നട്ടാലും പറിച്ചാലും ഒരു കൊട്ട. ഓ, എന്തു കണ്ടുപിടുത്തലാണ് സാറേ. ഇന്ത്യ മഹാരാജ്യത്ത് ത്രിപുരയും ബംഗാളും കഴിഞ്ഞ് ഇതിനകത്ത് മാത്രമായി ഒതുങ്ങിയത് നട്ടാലും പൊതിച്ചാലും ഒരു കൊട്ടയായതുകൊണ്ടാണ്. ഞങ്ങൾ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നു. ഏറ്റവും കൂടുതൽ MP-മാർ ഞങ്ങൾക്ക്, ഏറ്റവും കൂടുതൽ MLA-മാർ ഞങ്ങൾക്ക്, ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഞങ്ങൾ ഭരിക്കുന്നു, ഏറ്റവും കൂടുതൽ കോർപ്പറേഷൻ ഞങ്ങൾ ഭരിക്കുന്നു, ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഞങ്ങൾ ഭരിക്കുന്നു. എന്നിട്ട് നട്ടാലും പൊടിച്ചാലും ഒരു കൊട്ടാന്ന്. നിങ്ങൾ എന്ത് ഭാര്യ പറയണത്? നിങ്ങളുടെ നേതാവുണ്ട്, പണ്ട് പറഞ്ഞു കേട്ടിട്ടില്ലേ? എന്ത് അപ്പം ഉണ്ടാക്കി അത് എറണാകുളത്ത് കൊണ്ട് വിറ്റ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ മലപ്പുറത്തേക്ക് വരും. ഉച്ച തിരിഞ്ഞ് വീണ്ടും അപ്പം കൊണ്ട് എറണാകുളത്തേക്ക് പോകും. അത് കഴിക്കാൻ രാത്രി വീട്ടിലേക്ക് വരും. എന്തപ്പം? ആ ടോയിനൂല് ഇങ്ങോട്ട് വലിച്ചു കെട്ടിയിട്ട് കളിപ്പാട്ട ട്രെയിൻ ഓടിക്കുന്ന കേരളയിലെ കുറിച്ച് പറഞ്ഞു. ചോദിച്ചപ്പോ പറഞ്ഞു, അമൂർത്തമായ കാര്യങ്ങൾ മൂർത്തമായ സമയത്ത് നടന്നില്ലെങ്കിൽ മൂർത്തമായ കാര്യങ്ങൾ അമൂർത്തമായ സമയത്ത് നടക്കും. ജനങ്ങൾക്ക് പോലും മനസ്സിലാവണ്ടേ? ആ ന്യായീകരണം അപ്പൊ ഈ കാര്യം പറഞ്ഞത്. BJP ജയിക്കുന്ന സമയത്തെ 150 ഉറുപ്പിയുടെ റൂം എടുത്ത് നിങ്ങൾ പുറത്തിരിക്കും. എന്താ ഞങ്ങൾക്ക് ഈ ഗതി പറ്റിയേ? ത്രിപുരയും ബംഗാളും കേരളത്തിലും ആയല്ലോ എന്ന് പറയാണ്ട് ഗതി. വൺസ് അപ്പോൺ എ ടൈം ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു കേരളത്തിലെന്ന് ചരിത്രം പഠിക്കേണ്ടി വരും നമ്മുടെയൊക്കെ ചെറുകുട്ടികൾ. ഒരു